ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ടു ഡയമെൻഷണൽ അറേ എന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ തേർഡ് മോഡ്യൂളിലെ ഏറ്റവും അവസാനം വരുന്ന ഒരു ടോപ്പിക്കാണ് ടു ഡയമെൻഷണൽ അറേ. പക്ഷേ അവസാനം വരുന്ന ടോപ്പിക് ആണെങ്കിലും നമ്മുടെ എക്സാമിന് ഈ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രോഗ്രാം ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ആക്ച്വലി ഈ ടു ഡയമെൻഷണൽ അറേയിലാണ് വരുന്നത്. ഈ മെട്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുക, ഇങ്ങനത്തെ പ്രോഗ്രാംസ് നിർബന്ധമായി കമ്പൾസറി ആയിട്ടും എക്സാമിന് ഉണ്ടായിരിക്കും, ഉറപ്പായും എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രോഗ്രാംസ് എല്ലാം വരുന്ന ടോപ്പിക്കാണ് ഈ ടു ഡയമെൻഷണൽ അറേ എന്നുള്ളത്. നമുക്ക് ആദ്യം അതിന്റെ തിയറി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് വീഡിയോകൾ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷമാണ് നമ്മൾ പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ടു ഡയമെൻഷണൽ അറേ എന്താണ് എന്ന് മനസ്സിലാക്കാം. നമ്മൾ ഇത്രയും ദിവസം ഈ തേർഡ് മോഡ്യൂളിൽ പഠിച്ചത് വൺ ഡയമെൻഷണൽ അറേ എന്ന് പറയുന്ന സംഭവമാണ്. ഈ 1D എന്നൊക്കെ എഴുതാൻ സാധിക്കുന്ന അറേയുടെ ബേസ് ഫോമായ വൺ ഡയമെൻഷണൽ അറേ ആണ് നമ്മൾ ഈ തേർഡ് മോഡ്യൂളിൽ ഇതുവരെ പഠിച്ചത്. നമുക്ക് ആക്ച്വലി ഈ അറേസ് എന്ന് പറയുന്നത് ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൺ ഡയമെൻഷണൽ അറേയും മൾട്ടി ഡയമെൻഷണൽ അറേയും. ഈ മൾട്ടി ഡയമെൻഷണൽ അറേയിൽ 2D അറേസ് ഉണ്ട്, 3D അറേസ് ഉണ്ട്, ബാക്കി മൾട്ടിപ്പിൾ ഡയമെൻഷണൽ ആയിട്ടുള്ള അറേസ് ഉണ്ട്. നമ്മുടെ സിലബസിൽ ഈ മൾട്ടി ഡയമെൻഷണൽ അറേയിൽ 2D എന്ന് പറയുന്ന ടു ഡയമെൻഷണൽ അറേ എന്ന ഒരു ടോപ്പിക് മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ 2D അറേ കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ വൺ ഡയമെൻഷണൽ അറേ നമ്മൾ റെപ്രസെന്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു രൂപമാണ് നമ്മൾ കാണിച്ചത്. അതായത് ഈ അറേ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന വേരിയബിൾസിനെയാണ് അറേസ് എന്ന് പറയുന്നത്. അതായത് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു സെറ്റ് ഓഫ് വാല്യൂസിനെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു വൺ ഡയമെൻഷണൽ അറേ റെപ്രസെന്റേഷൻ ആണ് ഞാൻ ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. നമ്മൾ മുൻപും ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് കണ്ടു. ഒരു ലൈനായിട്ട് വൺ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഒരു അറേയുടെ കീഴിൽ ഒരു നം1 എന്ന പേരുള്ള അറേയിൽ ഞാൻ ഇത്രയും എലമെന്റ്സിന് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 6 എലമെന്റ്സ് ഉള്ളതുകൊണ്ടാണ് ആ അറേയുടെ സൈസ് 6 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം 6 എലമെന്റ്സ് നമുക്ക് ആ 6 നമ്പേഴ്സ് ഒരുമിച്ച് ഒരു അറേ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് വൺ ഡയമെൻഷണൽ അറേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ഡയമെൻഷണൽ അറേ ആണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് ഒരു ടേബിൾ ഫോമിലുള്ള ഡാറ്റയെ നമുക്ക് ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ടേബിൾ ഫോം അല്ലെങ്കിൽ മെട്രിക്സ് ഫോം എന്നൊക്കെ പറയാം. ഈ മെട്രിക്സ് ഫോം അല്ലെങ്കിൽ ടേബിൾ ഫോമിലുള്ള സെറ്റ് ഓഫ് ഡാറ്റയെ ഒരു അറേയുടെ കീഴിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ റെപ്രസെന്റേഷനാണ് ഈ ടു ഡയമെൻഷണൽ അറേ അല്ലെങ്കിൽ 2D അറേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 2D അറേ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ റോസിന്റെ എണ്ണവും അതിന്റെ കോളംസിന്റെ എണ്ണവും. ഞാനിവിടെ 5x6 എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് റോസിന്റെ എണ്ണം 5ഉം കോളംസിന്റെ എണ്ണം 6ഉം എന്നാണ്. ഈ 5 റോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സലിലുള്ള അതേ അറേഞ്ച്മെന്റ് തന്നെയാണ്. ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റിനെയാണ് റോസ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ അറേഞ്ച്മെന്റിന് കോളംസ് എന്നും പറയും. എക്സലും ഇതേ രൂപം തന്നെയാണ്. അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യാനാണ് ഇവിടെ 5x6 എന്ന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ 2D അറേ മനസ്സിലാക്കുന്നതും നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അറേ 2D അറേ ആണെന്ന് മനസ്സിലാക്കുന്നതും ഈ ബ്രാക്കറ്റ്സിന്റെ സെറ്റ് ഓഫ് ബ്രാക്കറ്റ്സിന്റെ എണ്ണം വെച്ചിട്ടാണ്. നമ്മൾ ഇത്രയും നാളും പഠിച്ചത് ഈ അറേയുടെ പേരിന്റെ കൂടെ ഒരു സെറ്റ് ഓഫ് ബ്രാക്കറ്റ്സ് ആണ് നമ്മൾ സാധാരണ മെൻഷൻ ചെയ്യുന്നത്. ആ ബ്രാക്കറ്റിന്റെ അകത്ത് ഒരു ഇന്റീജർ നമ്പറോ അല്ലെങ്കിൽ ഒരു വേരിയബിളോ ആയിരിക്കും മെൻഷൻ ചെയ്യുന്നത്. ഒരു ഇന്റീജർ വേരിയബിളോ ആയിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ടു ഡയമെൻഷണൽ അറേ. ടു ഡയമെൻഷണൽ അറേ ആണെങ്കിൽ രണ്ട് സെറ്റ് ഓഫ് ബ്രാക്കറ്റ്സ് ഉണ്ടായിരിക്കും. ഒന്ന് റോസിനെ മറ്റൊന്ന് കോളംസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് രണ്ട് സെറ്റ് ഓഫ് ബ്രാക്കറ്റ്സ് കാണും. അങ്ങനെ രണ്ട് സെറ്റ് ഓഫ് ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ടു ഡയമെൻഷണൽ അറേ എന്ന് പറയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായി കാണും, 3 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ 3 സെറ്റ് ഓഫ് ബ്രാക്കറ്റ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 ഡയമെൻഷണൽ അറേ എന്ന് നമുക്ക് വിളിക്കാം. നമുക്ക് അത് 3 ഡയമെൻഷണൽ അറേ സിലബസിൽ പറയുന്നില്ല, 2 ഡയമെൻഷണൽ അറേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 ഡയമെൻഷണൽ അറേ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അറേയുടെ പേര് അതിൻ്റെ കൂടെ രണ്ട് സെറ്റ് ഓഫ് ബ്രാക്കറ്റ്സിൽ കൊടുത്തിരിക്കും. ഈ ബ്രാക്കറ്റിന്റെ അകത്ത് ഒരു ഇന്റീജർ വേരിയബിളോ അല്ലെങ്കിൽ ഒരു ഇന്റീജർ നമ്പറോ കൊടുത്തിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ 2 ഡയമെൻഷണൽ അറേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ ഈ നോക്കുക, ഇത്രയും സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമുക്ക് ഒരു അതായത് ടേബിൾ ഫോമിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ മെട്രിക്സ് ഫോം എന്ന് പറയാം. ഈ ടേബിൾ ഫോമിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും നമ്പേഴ്സിനെ ഒരുമിച്ച് അതേ അറേഞ്ച്മെന്റിൽ തന്നെ ഒരു അറേയിലോട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ അറേയാണ് ഈ 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ ഓരോ സെൽസ് ഉണ്ട്. ഇവിടെ മൊത്തം 3 റോയും 4 കോളംസും ഉണ്ട്. അതായത് 3 × 4 12 വാല്യൂസ്, 12 വാല്യൂസ് നമുക്ക് ഈ അറേയിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് ഇതേ ഫോമിൽ തന്നെ ഇതേ അറേഞ്ച്മെന്റിൽ 12 വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുമിച്ച് സ്റ്റോർ ചെയ്യാനുള്ള ഇതേ ഫോർമാറ്റിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ 3 റോയും 4 കോളംസും ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഈ റോസിനെയും കോളംസിനെയും റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ മുന്നേ കണ്ട പോലെ തന്നെ ഇൻഡെക്സ് പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് നമ്പേഴ്സ് ഉദ്ദേശിച്ചാണ്. ആ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 0-യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യത്തെ റോ, രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ. പക്ഷേ ആദ്യത്തെ റോ എന്ന് പറയുന്നത് 0 എന്ന ഇൻഡെക്സ് പൊസിഷനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ റോയെ 1 എന്ന ഇൻഡെക്സ് പൊസിഷൻ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ റോയെ 2 എന്ന ഇൻഡെക്സ് പൊസിഷൻ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോളംസിന്റെ കാര്യം, 4 കോളം ഉണ്ട്. ഒന്നാമത്തെ കോളം, രണ്ടാമത്തെ കോളം, മൂന്നാമത്തെ കോളം, നാലാമത്തെ കോളം. പക്ഷേ ആദ്യത്തെ കോളമിനെ റെപ്രസെന്റ് ചെയ്യുന്ന 0 എന്ന ഇൻഡെക്സ് പൊസിഷനാണ്. രണ്ടാമത്തെ കോളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന 1 എന്ന ഇൻഡെക്സ് പൊസിഷൻ, ഇൻഡെക്സ് നമ്പർ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് സ്റ്റോർ ചെയ്യുന്ന ഓരോ എലമെന്റിനെ പൊസിഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട് ഈ 2 നമ്പേഴ്സും ഈ 2 ഇൻഡെക്സ് പൊസിഷൻസും നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ആദ്യം റോ ഏതാണെന്ന് മെൻഷൻ ചെയ്യും, അത് കഴിഞ്ഞ് കോളം ഏതാണെന്ന് മെൻഷൻ ചെയ്യും. എപ്പോഴും ഓർക്കുക, നമ്മൾ ഇവിടെ അതിന്റെ 2 സെറ്റ് ഓഫ് ബ്രാക്കറ്റ്സിന്റെ അകത്ത് നമ്പേഴ്സ് മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. അത് എപ്പോഴും ആദ്യം മെൻഷൻ ചെയ്യുന്നത് റോ, അതായത് ഹൊറിസോണ്ടൽ ആ അറേഞ്ച്മെന്റ് ആണ് റോ. ആ റോ ആയിരിക്കും ആദ്യം മെൻഷൻ ചെയ്യുന്നത്. രണ്ടാമത് മെൻഷൻ ചെയ്യുന്ന കോളം ആയിരിക്കും. ഈ 2 ഇൻഡെക്സ് നമ്പേഴ്സ്, ഈ 2 ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ടായിരിക്കും ഓരോ സെല്ലിനെ അല്ലെങ്കിൽ ഓരോ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 5 എന്ന് പറയുന്ന എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 1 വെച്ചിട്ടാണ്. ഈ നമ്പർ എന്ന അറേ നെയിം എഴുതി ബ്രാക്കറ്റിന്റെ അകത്ത് 1 എന്ന് എഴുതുകയാണെങ്കിൽ ഈ 5 എന്ന എലമെന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ 2-3 എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ നമ്പർ എന്ന് പറയുന്ന അറേയുടെ പേരാണ്. എന്നിട്ട് 2 സെറ്റ് ഓഫ് ബ്രാക്കറ്റ്സ് കൊടുത്തിരിക്കും. അതിൽ ഈ ഇൻഡെക്സ് പൊസിഷൻസും കൊടുത്തിരിക്കും. ഇവിടെ 0 എന്ന് പറഞ്ഞാൽ 0th റോ 0th കോളം. ഈ 0th റോയും 0th കോളം കൂടെ വരുന്ന കോയിൻസൈഡ് ചെയ്യുന്ന എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിൽ വരുന്ന ആ എലമെന്റ് ആണ്, അതായത് 9 എന്ന വാല്യൂ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്പർ 0-1 എന്ന് കൊടുത്തിരിക്കുന്നു. ഈ 0 എന്ന് പറഞ്ഞാൽ 0-1 എന്ന് പറയുമ്പോൾ 0th റോ ഫസ്റ്റ് കോളം, അതായത് 0th റോ 1 എന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന കോളം. അപ്പോൾ ഈ രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന ഈ ഒരു എലമെന്റ് ആണ്, അതിന്റെ വാല്യൂ ആണ് 8 എന്നുള്ളത്. അതുപോലെ തന്നെ 1-0 എന്ന് പറഞ്ഞാൽ 1 എന്ന റോയും 0 എന്ന് പറഞ്ഞ കോളം. അപ്പം 1ഉം 0യും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന 4 എന്ന എലമെന്റ്. അങ്ങനെയാണ് ഈ 4 വന്നത്. അതുപോലെ തന്നെ 2ഉം 2 ഈ രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന എലമെന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇങ്ങനെ 2 സെറ്റ് ഓഫ് വാല്യൂസ്, 2 ഇൻഡെക്സ് പൊസിഷനും കൂടെ മെൻഷൻ ചെയ്താണ് നമ്മൾ ഈ എലമെന്റ് ഏതാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഞാനൊരു 2 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ഈ num2 എന്ന് പറയുന്ന 2 ഡയമെൻഷണൽ അറേയുടെ സൈസ് ആണ് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 5, 6 എന്നുള്ളത് 5 റോയും 6 കോളവും എന്ന് 5 × 6 എന്ന സംഭവമാണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഞാൻ ഇവിടെ ആ ബ്രാക്കറ്റിനകത്ത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഈ ഇൻഡെക്സ് പൊസിഷനാണ്. ഇവിടെ 0, 0, 0, 1, 1, 0 എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻഡെക്സ് പൊസിഷനാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഈ 2 ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ, നമ്മുടെ 1 ഡയമെൻഷണൽ അറേ പോലെ തന്നെയാണ് ഇതിലെയും കാര്യം. ഈ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻക്ലേസ് ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താണോ കൊടുക്കുന്നത് അത് അതിൻ്റെ സൈസ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻക്ലേസ് ചെയ്യുമ്പോൾ ഈ അറേയുടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്ത് വാല്യൂസ് ആണോ കൊടുത്തിരിക്കുന്നത് അത് അതിൻ്റെ സൈസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനുശേഷം പ്രോഗ്രാമിൽ എവിടെ ഈ 2 ഡയമെൻഷണൽ അറേ റെപ്രസെന്റ് ചെയ്താലും, ഈ ബ്രാക്കറ്റിനകത്ത് എന്ത് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്താലും അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഇൻഡെക്സ് പൊസിഷനെയാണ്. ഈ ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്ലേസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് അല്ലാതെ ഈ പ്രോഗ്രാമിൽ എവിടെ ഈ 2 ഡയമെൻഷണൽ അറേ റെപ്രസെന്റ് ചെയ്താലും ഈ ബ്രാക്കറ്റിന്റെ അകത്ത് വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻറ്റീജർ വേരിയബിൾസ് എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഇൻഡെക്സ് പൊസിഷനെ ആയിരിക്കും. അതായത് അടുത്ത എക്സാമ്പിൾ നമുക്ക് കാണാം. ഇതെവിടെ നോക്കാം. 2 ഡയമെൻഷണൽ അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യും എന്നാണ് നമ്മൾ ഇതിലിപ്പം കാണാൻ പോകുന്നത്. ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് നമ്മുടെ 1 ഡയമെൻഷണൽ അറേയുടെ സെയിം തന്നെയാണ്. ആദ്യം ഏത് ടൈപ്പ്, ഇൻറ്റീജർ അറേ ആണോ അതോ ക്യാരക്ടർ അറേ ആണോ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് സേവ് ചെയ്യാനുള്ള അറേ ആണോ, എന്ത് ടൈപ്പ് അറേയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ടൈപ്പ് അവിടെ മെൻഷൻ ചെയ്യുക. പിന്നെ അറേയുടെ നെയിം നമ്മൾ മെൻഷൻ ചെയ്യുക. ഈ അറേയുടെ നെയിം നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇതിൻ്റെ ടോക്കൺസിൻ്റെ അകത്ത് ഐഡന്റിഫയേഴ്സ് എന്താണോ റെപ്രസെന്റ് ചെയ്യുന്ന അതിനുള്ള റൂൾസ് അനുസരിച്ചാണ്. അതായത് വേരിയബിൾസിന്റെ പേരും സാധാരണ അറേയുടെ പേരും അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന്റെ എല്ലാം നെയിം സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അതേ റൂൾസ് തന്നെയാണ് ഈ അറേ നെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ അറേ നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് റിസർവ്ഡ് വേർഡ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഡിജിറ്റ് കൊണ്ട് ഈ നെയിമിന്റെ പേര് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ റൂൾസ് എല്ലാം ഇതിൽ ഫോളോ ആണ്. അപ്പോൾ അറേ നെയിം എന്താണെന്ന് മെൻഷൻ ചെയ്യുക. എന്നിട്ട് 2 സെറ്റ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് കാണും. ആദ്യത്തെ സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ അകത്ത് റോയുടെ സൈസ് എന്താണെന്ന് മെൻഷൻ ചെയ്യുക.
രണ്ടാമത്തെ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് കോളത്തിന്റെ സൈസ് എന്താണെന്ന് മെൻഷൻ ചെയ്യാം. ഒന്നി ഇന്റീജർ നമ്പർ തന്നെ ഇതിന്റെ അകത്ത് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇന്റീജർ വേരിയബിളും നമുക്ക് ഇതിന്റെ അകത്ത് മെൻഷൻ ചെയ്യാം. എന്നിട്ട് സെമി കോളനും കൂടെ കൊടുക്കുക. ഇങ്ങനെയാണ് അറേ ഡിക്ലെയർ ചെയ്യുന്നത്. ഡിക്ലെയർ ചെയ്യാന്ന് വെച്ചാൽ അറേ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ്. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഇന്റ് എന്നുള്ളത് ഇന്റീജർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള അറേയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നം എന്ന് പറയുന്ന അറേയുടെ പേരാണ്. അതിന്റെ സൈസ് എന്നുള്ളത് 5 3, അതായത് 5 റോയും 3 കോളംസും സൈസുള്ള ഒരു 2 ഡയമെൻഷണൽ അറേയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ അകത്ത് 15 നമ്പേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. 5 × 3 15 നമ്പേഴ്സ് നമുക്ക് ഇതിന്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിൽ AVG ആവറേജ് റെപ്രസെന്റ് ചെയ്യാനായിരിക്കും. AVG എന്ന പേര് കൊടുത്ത് നമ്മൾ 3 × 5 3 റോയും 5 കോളവും ഉള്ള ഒരു 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൽ നമുക്ക് അറേ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാം ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു അറേ 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ അകത്ത് മെൻഷൻ ചെയ്യുന്ന ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് മെൻഷൻ ചെയ്യുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് അതിന്റെ സൈസിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. എന്തായിരിക്കണം ആ അറേയുടെ സൈസ് എന്നുള്ളത്. ഇവിടെ ഈ 5 × 3 നം എന്ന് പറയുന്നത് 5 × 3 2 ഡയമെൻഷണൽ അറേ നമുക്ക് ഇങ്ങനെ വേണം റെപ്രസെന്റ് ചെയ്യാൻ ടേബിൾ ഫോമിൽ. 5 × 3 എന്ന് പറയുമ്പോൾ 5 റോയും 3 കോളവും കാണും. ഇവിടെ 5 റോ ഉണ്ട്. 1 2 3 4 5 5 റോയും 3 കോളവും 1 2 3 അങ്ങനെ 5 റോയും 3 കോളവും ഉള്ള ഒരു അറേയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ 3 × 4 എന്ന് പറയുമ്പോൾ 3 റോയും 5 കോളവും 1 2 3 3 റോയും 1 2 3 4 കോളവും ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യത്തെ നമ്പർ റോസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റോ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റിനെയാണ് റോ എന്ന് പറയുന്നത്. രണ്ടാമത് റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ കോളംസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കോളം എന്ന് പറയുന്നത് വെർട്ടിക്കൽ അറേഞ്ച്മെന്റിനെയാണ് കോളം എന്ന് പറയുന്നത്. നമ്മുടെ ഈ എക്സലിലും അത് അങ്ങനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റോസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലും കോളംസ് എന്ന് പറയുന്നത് വെർട്ടിക്കലും. ഇനി എനിക്കിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇതിപ്പം ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു അറേയാണ് ഈ നം 5 3 ഒരു അറേ 2 ഡയമെൻഷണൽ അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഒരു നമ്പർ ഒന്നും അല്ലെങ്കിൽ വാല്യൂസ് ഒന്നും സ്റ്റോർ ചെയ്തിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ഈ പൊസിഷനിൽ വരുന്ന എലമെന്റിന് 5 എന്ന വാല്യൂ എനിക്ക് സ്റ്റോർ ചെയ്യണം. ഈ ഒരു പൊസിഷനിൽ വരുന്ന എലമെന്റിന്റെ അകത്ത് ആ സ്ലോട്ടിൽ 5 എന്ന് പറയുന്ന വാല്യൂ എനിക്ക് സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഈ എലമെന്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? നം എന്ന പേര് എഴുതി, അറേയുടെ പേര് എഴുതി, ഈ ബ്രാക്കറ്റിന്റെ അകത്ത് അതിന്റെ ഇൻഡെക്സ് പൊസിഷൻസ് ആണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുമ്പോൾ 0 1, ഇത് രണ്ടാമത്തെ റോ ആണല്ലോ. രണ്ടാമത്തെ റോ എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് പൊസിഷൻ 0 1ലാണ് വരുന്നത്. ആ 1 ആദ്യം മെൻഷൻ ചെയ്യുക. രണ്ടാമത് മെൻഷൻ ചെയ്യേണ്ടത് ഏത് കോളം എന്നാണ്. ആ ഏത് കോളം എന്ന് പറയുന്ന ആ കോളത്തിന്റെ ഇൻഡെക്സ് പൊസിഷൻ ആണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുമ്പോൾ 0 1 2, അതായത് രണ്ടാമത്തെ ഇൻഡെക്സ് പൊസിഷൻ വരുന്ന കോളം. അതുകൊണ്ടാണ് ഈ 1 2 എന്ന് കൊടുത്തിരിക്കുന്നത്. 1 2 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ ഒരു പൊസിഷനെയാണ്. അപ്പോൾ അതിൽ 5 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് കൊടുത്താൽ മതി. അറേയുടെ പേര് എഴുതി, നമ്മ എഴുതി, 1 2 ആ എലമെന്റ് ഏതാണെന്ന് റെപ്രസെന്റ് ചെയ്യാനായിട്ട് റോയുടെയും കോളത്തിന്റെയും ഇൻഡെക്സ് പൊസിഷൻ നമ്മൾ മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് ഈക്വൽ ടു 5 എന്ന് എഴുതി സെമി കോളം കൊടുത്താൽ മതി. ഈ ഇൻഡെക്സ് പൊസിഷനിലോട്ട് 5 എന്ന് പറയുന്ന വാല്യൂ അതിലോട്ട് സ്റ്റോർ ആയിക്കോളും. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കൊടുക്കാം. ഇതേ രീതി തന്നെ നമുക്ക് ക്യാരക്ടർ അറേയിലും ഒരു ക്യാരക്ടറിനെ ഈ ഒരു എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു എലമെന്റിലോട്ടാണ് എനിക്ക് എ എന്ന് പറയുന്ന വാല്യൂ അല്ല ആ ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാമെന്ന് കരുതുക. ഈ ഒരു എലമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഗ്രേഡ് എന്നുള്ളത് അറേയുടെ പേരാണ്. എന്നിട്ട് ബ്രാക്കറ്റിന്റെ അകത്ത് അതിന്റെ ഇൻഡെക്സ് പൊസിഷൻസ്, ആദ്യം റോയുടെ ഇൻഡെക്സ് പൊസിഷൻ, ഇതെന്ന് പറയുന്ന റോ ഇൻഡെക്സ് പൊസിഷൻ 0 1 2, രണ്ടാമത്തെ ഇൻഡെക്സ് പൊസിഷൻ വരുന്ന റോ, കോളം എന്ന് പറയുന്നത് 0 1 2, രണ്ടാമത്തെ ഇൻഡെക്സ് പൊസിഷൻ വരുന്ന കോളം, അതായത് 2 2 എന്നായിരിക്കും നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഗ്രേഡ് എന്ന് എഴുതി സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് 2 1 2 എന്ന് നമ്മൾ പ്രസന്റ് എഴുതി ഈക്വൽ ടു എന്ത് ക്യാരക്ടറാണോ സ്റ്റോർ ചെയ്യേണ്ടത് അത് സിംഗിൾ കോഡ്സിന്റെ അകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഈ എ എന്ന് പറയുന്ന ക്യാരക്ടർ ആയിരിക്കും ഈ എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ഈ രൂപത്തിൽ നമുക്ക് ഇതിലുള്ള എല്ലാ വാല്യൂസിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. എല്ലാ വാല്യൂസിന്റെയും വാല്യൂ നമുക്ക് ഈ ഒരു രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ എൻറ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് പറഞ്ഞു വരുമ്പോൾ ഇവിടെ 15 വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി 15 സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ച് രണ്ട് ബ്രാക്കറ്റ് ഇട്ട് അതിൻ്റെ അകത്ത് ഇൻഡെക്സ് പൊസിഷൻ മെൻഷൻ ചെയ്ത് വാല്യൂ റെപ്രസെന്റ് ചെയ്ത് 15 സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ച് ഇതിൻ്റെ അകത്തുള്ള അറേ എലമെന്റ്സ് എല്ലാം നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയും മൊത്തം 12 വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. 12 സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ച് ഈ സെല്ലിൻ്റെ അകത്തുള്ള വാല്യൂസിനെ എല്ലാം നമുക്ക് ഈ ഒരു ഫോമിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെത്തേഡ് ആണെന്ന് പറയാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ സേവ് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള 2-3 മെത്തേഡ്സ് ഉണ്ട്. അതിലാദ്യത്തേതാണ് അറേ ഇനിഷ്യലൈസേഷൻ, 2 ഡയമെൻഷണൽ അറേ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.